ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുട്ടയും പഴം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യാണ്ട് മിക്സിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 റോബസ്റ്റ പഴമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റോബസ്റ്റ് പഴത്തിന് പകരം നേന്ത്രപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ റോബസ്റ്റ് പഴം കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. വേണമെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് യൂസ് ചെയ്തിട്ടെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ബാറ്ററി നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതുപോലെ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു ബനാന കേക്കാണ് കേട്ടോ. ഇനി ഇതിൽ നല്ല മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഞാനിവിടെ ഒരു ചെറിയൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കേക്ക് ടിന്നിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കാം. ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ് കേട്ടോ. ഓവനിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ഒരു 35 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാനെടുത്ത സമയം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.